ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചനയ്ക്കാണെങ്കിൽ തൊട്ടടുത്ത് താമസിക്കുന്ന JK സാറിനെ കാണാനായി ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തെ പരിചയപ്പെടാൻ അർച്ചന പോകുമ്പോഴെല്ലാം അർച്ചനയ്ക്ക് നിരാശ മാത്രമാണ്. എന്നാൽ അർച്ചനയെ എങ്ങനെ JKയെ പരിചയപ്പെടുത്തി കൊടുക്കുമെന്ന ചിന്തയിലാണ് ചിന്നു. അങ്ങനെ അർച്ചനയോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് നാളെ ഞാൻ JK സാറിനെ പരിചയപ്പെടുത്തി തരാം, അതിനൊരു വഴിയുണ്ട്. വരുന്ന വ്യാഴാഴ്ച എൻ്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ക്ഷണിക്കാനായി നാളെ എനിക്കും അമ്മയ്ക്കും കൂടി JK സാറിൻ്റെ അടുത്തേക്ക് പോയാലോ? സാറിനെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയും ചെയ്യാം, അമ്മയ്ക്ക് സാറിനെ പരിചയപ്പെടുകയും ചെയ്യാമല്ലോ എന്ന് ചിന്നു അങ്ങനെ അർച്ചനയോട് പറയാണ്. ശരി, എന്നാൽ നമുക്ക് നാളെ തന്നെ സാറിനെ ക്ഷണിക്കാനായി പോവാമെന്ന് അർച്ചന അങ്ങനെ സമ്മതം കൊടുക്കുകയാണ് ചിന്നുവിന്. പിറ്റേ ദിവസം അർച്ചനയാണെങ്കിൽ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ദീപ്തിയാണെങ്കിൽ ഓഫീസിലേക്ക് വരികയാണ്. ദീപ്തി വരുന്ന ദിവസം തന്നെ അർച്ചന സന്തോഷ വാർത്ത ദീപ്തിയോട് അങ്ങനെ പറയുകയാണ്. കൂടെ തന്നെ വസുവുമുണ്ട്. രണ്ടാളും കേൾക്കെ അർച്ചന അങ്ങനെ പറയുന്നുണ്ട്, ഈ വരുന്ന വ്യാഴാഴ്ച ചിന്നുവിന്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് ഞങ്ങളൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അന്ന് മുഖ്യ അതിഥിയായിട്ട് JK സാറിനെയാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. സാറ് ഇതിനോടകം തന്നെ വാടക വീട്ടിലേക്ക് താമസം മാറിക്കഴിഞ്ഞു. ഞാനും ചിന്നുവും കൂടി സാറിനെ ക്ഷണിക്കാനായി പോവുകയാണെന്നൊക്കെ അർച്ചന അങ്ങനെ ദീപ്തിയോടും വസുവിനോടും പറയുന്നുണ്ട്. അതുമാത്രമല്ല, ദീപ്തിയെയും വസുവിനെയും ആ ബർത്ത്ഡേ പാർട്ടിക്ക് അർച്ചന ക്ഷണിക്കുന്നുണ്ട്. ഇത് കേട്ട് ദീപ്തിക്കും വസുവിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവർക്കും JK സാറിനെ പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടുകയാണല്ലോ. ഇതിന്റെ കൂടി സന്തോഷത്തിലാണ് അവര്. അതിനുശേഷം ചന്ദ്രയും രുക്കുവും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ ഇപ്പോഴും വിജയ് ശങ്കറിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോഴും വിജയ് ശങ്കറും അർച്ചനയും തമ്മിൽ അടുപ്പമുണ്ടെന്നാണ് ചന്ദ്ര തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ ചന്ദ്രയുടെ ആ തെറ്റിദ്ധാരണ മാറ്റാൻ രുക്കു ശ്രമിക്കുകയാണ്. രുക്കു അങ്ങനെ ചന്ദ്രയോട് പറയുന്നുണ്ട്, ചേച്ചി എന്തിനാണ് ഏട്ടനിൽ നിന്ന് ഇങ്ങനെ അകലുന്നത്? അങ്ങനെ ചേച്ചി ഏട്ടനിൽ നിന്ന് അകലാൻ നോക്കിയാൽ ആ സമയത്ത് അർച്ചനേച്ചി അടുക്കും. ചേച്ചിയുമായി പിണങ്ങിയിരിക്കുന്ന ഈ സമയം ഏട്ടനുമായി അടുക്കാനുള്ള സമയമായിട്ട് അർച്ചന ചേച്ചി ഉപയോഗിച്ചാൽ എന്തു ചെയ്യും എന്നെല്ലാം രുക്കു അങ്ങനെ ചന്ദ്രയോട് പറയാണ്. ഇതെല്ലാം കേട്ട് ചന്ദ്രയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്നാൽ രുക്കു ചന്ദ്രയോട് വീണ്ടും പറയുന്നുണ്ട്, അതുകൊണ്ട് ചേച്ചി ഒരിക്കലും ഏട്ടനുമായി അകന്നു നിൽക്കരുത്, കൂടെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ അർച്ചന ചേച്ചി ചേച്ചിയുടെ സ്ഥാനത്തേക്ക് വീണ്ടും വരും. അതൊരിക്കലും സംഭവിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ അവിടെ ചേച്ചിയാണ് തോറ്റുപോകുന്നതെന്നൊക്കെ രുക്കു അങ്ങനെ ചന്ദ്രയെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. ഇതെല്ലാം കേട്ട് രുക്കു പറയുന്നതെല്ലാം ശരിയാണെന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.